Today, we can discuss the details of different factors that affect the demand and demand function. ഓക്കെ, ഇന്ന് നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമ്മുടെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് നമ്മൾ എന്താ ഡിമാൻഡ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി അതിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സാണുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്. ഫസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്. We know that the demand of a commodity may change. It may increase or decrease. Okay, so it happened due to the change in certain factors. Okay, these factors is called determinants or factors affecting the demand. Okay, the following are the different factors which determine the demand or determinants of the demand of a commodity. First factor is the price of the product. ഓക്കെ, പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ ബേസിക് ഫാക്ടറാണ് നമ്മൾ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബേസിക് ഫാക്ടറാണ് ഏത് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ വെൻ ദ പ്രൈസ് ചേഞ്ചസ് ഡിമാൻഡ് ഓൾസോ ചേഞ്ചസ്. ഓക്കെ, വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഫോൾസ് ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, ഇവിടെ ഡിമാൻഡും പ്രൈസും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടി ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, എന്നാൽ ആ പ്രൊഡക്റ്റിന് പ്രൈസ് ഡിക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടും. അതാണ് പ്രൈസും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ദർ ഈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് ദ എമൗണ്ട് ഓഫ് that product consumers are willing and able to buy. Okay, so the consumers to buy more of a product at a low price and less of a product at a high price. ഓക്കെ, നേരത്തെ പറഞ്ഞത് കസ്റ്റമേഴ്സ് എപ്പോഴും വാങ്ങുന്നത് ഏതാണ്? ലോ പ്രൈസിന് കൂടുതൽ ഐറ്റം വാങ്ങും, എന്നാൽ കൂടിയ പ്രൈസിന് എന്ത് വാങ്ങും? ലോ ഐറ്റം ഓഫ് ക്വാണ്ടിറ്റി വാങ്ങും എന്നാണ് പറഞ്ഞത്. ഓക്കെ, പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ക്ലിയർ ആണല്ലോ. ദെൻ വി ക്യാൻ മൂവ് ദ സെക്കൻഡ് വൺ, ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഓക്കെ, ഇൻകം ഓർ വെൽത്ത് ഓഫ് ദ കൺസ്യൂമേഴ്സ് ആണ് ഇതിൽ പറയുന്നത്. ചേഞ്ച് ഓഫ് ദ ഇൻകം bring about the change in the demand. Okay, so if the income of a consumer increases, the demand of normal goods will also increases, because with the increase in the income and he can spend more amount of purchase of such that goods. Okay, income കൺസ്യൂമേഴ്സിൻ്റെ ഇൻകവും അതുപോലെ തന്നെ ഡിമാൻഡും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു ഫാക്ടറാണ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കൂടുമ്പം കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? കൂടുതലായിട്ടും വാങ്ങും, അവരുടെ ബൈയിങ് ബിഹേവിയർ കൂടും, കൂടുതലായിട്ടും വാങ്ങും. അതാണ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻകം കുറയുകയാണെന്നുണ്ടെങ്കിൽ, കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൺസ്യൂമേഴ്സ് ആ നോർമൽ ഗുഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കുറയും. Okay, so if the given commodity is in the case of normal goods, the increased income lead to rise in the demand. ഓക്കെ, വൈൽ ഡിക്രീസ് ഇൻ ഇൻകം റെഡ്യൂസസ് ദ ഡിമാൻഡ്. നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് ആളുകളുടെ ഡിമാൻഡ്, ആ നോർമൽ ഗുഡ്സിനുള്ള ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ സെക്കൻഡ് പറയുന്നത് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസാണ്. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഇൻക്രീസിങ് income that reduces demand. Okay, while decreasing income that lead to rise in the demand. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ മറിച്ചാണ്. ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ്, നേരത്തെ നമ്മൾ നോർമൽ ഗുഡ്സിൻ്റെ കേസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നോർമൽ ഗുഡ്സിന് എന്ത് കൂടും? ഡിമാൻഡ് കൂടും. ഇവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? ഡിമാൻഡ് കുറയും. സോറി, if the increase in income that reduces demand, ഡിക്രീസ് ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ആ ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റാണ് ഇത് ഇൻഫീരിയർ ഗുഡ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ഈസ് പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ് ഓർ സർവീസസ്. പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ് ഓർ സർവീസസിൻ്റെ കേസിൽ പറയുന്നത് ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി effect not only by its own price but also by the price of related goods. Okay, so these related goods fall into two categories, that is substitute goods and complementary goods or complementary products. ഓക്കെ, ഈ കേസിൽ പറയുന്നത് രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ്
ൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് വരുന്നുണ്ട്. അത് നമ്മുടെ ഏതിനെ ബാധിക്കുന്നുണ്ട്, ഡിമാൻഡിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കേസ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് നോക്കാം. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ദ പ്രൈസ് ഓഫ് വൺ പ്രോഡക്റ്റ് ദാറ്റ് വിൽ കോസ് ടു ഡിക്രീസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, റൈസിങ് ദ പ്രൈസ് ഓഫ് ബ്രെഡ് ദാറ്റ് വിൽ റിഡ്യൂസസ് ദ ഡിമാൻഡ് ഓഫ് ബട്ടർ. Okay, this arises because of the product are complementary in nature. Okay, that means ബ്രെഡിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ഡിമാൻഡ് കൂടും, കുറയും? ബട്ടറിൻ്റെ ഡിമാൻഡ് കുറയും. കാരണം കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം, ടു ഗുഡ്സ് ആർ ടു ബി കോംപ്ലിമെൻ്ററി ഫോർ ഈച്ച് വെൻ ദേ ആർ യൂസ്ഡ് ടുഗദർ. അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രൊഡക്റ്റ് ഒപ്പം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലിമെൻ്ററി ഗുഡ്സ് പറയുന്നത് അല്ലേ. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഡിമാൻഡ് ഓഫ് ദ ബ്രെഡും അതുപോലെ തന്നെ ഏതും ബട്ടറും. ഈ കേസിൽ ബ്രെഡിൻ്റെ വില കൂടിയാൽ ആളുകളുടെ ഡിമാൻഡ്, ബട്ടറിനുള്ള ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, സോ ദിസ് അറൈസസ് ബിക്കോസ് ഓഫ് ദ പ്രൊഡക്ട്സ് ആർ കോംപ്ലിമെൻ്ററി ഇൻ നേച്ചർ. ക്ലിയർ ആണല്ലോ. എന്താ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡിമാൻഡിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റിൻ്റെ വില കൂടുമ്പം അതിനോട് ഡിപ്പെൻഡ് ആയിട്ടുള്ള മറ്റേ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അതിൻ്റെ പ്രൊഡക്റ്റിന് പറയുന്ന പേരാണ് ഏത്, കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിന് പകരം മറ്റേ പ്രോഡക്റ്റ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ടീ ആൻഡ് കോഫി അല്ലേ. നമ്മൾ പറയും ചിലപ്പോൾ ടീ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, കോഫി ഉപയോഗിക്കാം. അപ്പോൾ അതെന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റാണ്. ഈ കേസിൽ ഡിമാൻഡിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസിങ് ദ പ്രൈസ് ഓഫ് വൺ പ്രോഡക്റ്റ് ദാറ്റ് വിൽ കോസ് ടു ആൻ ഇൻക്രീസിങ് ദ ഡിമാൻഡ് ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ്. ഒരു സാധനത്തിൻ്റെ വില കൂടിയിട്ടുണ്ടെങ്കിൽ അതേമാതിരി തന്നെ അവിടെ എന്ത് ചെയ്യും, സാധനം കൂടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീൻ്റെ വില ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ലെവലിൽ തന്നെ എന്തിൻ്റെ വില ഇൻക്രീസ് ചെയ്യും, കോഫിയുടെ വിലയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദ എക്സാമ്പിൾ ഈസ് ഗിവൺ. ദാറ്റ് ഈസ് റൈസിങ് ദ പ്രൈസ് ഓഫ് ടീ വിൽ ഇൻക്രീസിങ് ദ ഡിമാൻഡ് ഫോർ കോഫി ആൻഡ് ഡിക്രീസിങ് ദ ഡിമാൻഡ് ഫോർ ടീ. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ടീൻ്റെ വില കൂടി വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കോഫിൻ്റെ ഡിമാൻഡ്, കോഫിക്ക് പോകും. ചിലപ്പം കോഫിക്ക് വില ഒരേ ലെവലിലാണ് നിൽക്കുന്നുണ്ട്. അപ്പം ടീ വില കൂടിയപ്പം കോഫി ഉപയോഗിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്തിൻ്റെ ഡിമാൻഡ് കുറയും, നമ്മുടെ കോഫിയുടെ നമ്മുടെ ടീയുടെ ഡിമാൻഡ് കുറയും. ഓക്കെ, അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ വില കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മറ്റേ പ്രോഡക്റ്റ് വാങ്ങും. അപ്പം ചില ടൈമിൽ ആളുകൾ ചെയ്യാറുണ്ട്, ചിലപ്പോൾ മീനിന് ഭയങ്കര വില ആയിരിക്കും, പക്ഷേ ഇറച്ചിക്ക് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, അതിന് പകരം വീട്ടിലൊക്കെ നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യും, മീൻ വാങ്ങുന്നിടത്ത് ഇറച്ചി വാങ്ങും. ഈ എല്ലാവരും ആ മീൻ വാങ്ങൽ നിർത്തി ഈ മീറ്റ് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ അത് ഡിമാൻഡ് ചെയ്യുമ്പം അവർ സ്വാഭാവികം എന്തായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ വില ഇൻക്രീസ് ആക്കും. ഓക്കെ, അവർ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കസ്റ്റമേഴ്സ്. നമുക്കറിയാം ഓരോ ദിവസവും നമ്മുടെ ഫാഷൻ ഇൻഡസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ദ ചേഞ്ച് ഇൻ ദ ഫാഷൻ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ ദാറ്റ് ബ്രിങ്സ് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ ദി ഡിമാൻഡ്. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് ദ ടുഡേ ഈസ് മോർ ലേഡീസ് ഹാവ് ബിഗൺ ടു യൂസ് ജീൻസ്. Okay, so the demand for jeans have now increased. Today children have developed a taste for eating chocolate. So the increasing demand for chocolate അല്ലേ. ഇപ്പോൾ ലേഡീസിൻ്റെ ഡ്രസ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോഡേൺ ട്രെൻഡ്സിലൊക്കെ ലേഡീസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജീൻസ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ജീൻസിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഒരു കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസ് അനുസരിച്ചാണ് ഡിമാൻഡിലുള്ള മാറ്റം വരുന്നത് പറയണം എക്സാമ്പിൾ വെച്ചിട്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കേസാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്താണ്, ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഈ കുട്ടികൾ ചോക്ലേറ്റിന് ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അത് ആ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ പേഴ്സൻ്റെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ചാണ്. ഓക്കെ, സോ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമേഴ്സ് ഹാവ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. ഓക്കെ, അതൊരു ഫാക്ടേഴ്സാണ് പറയുന്നത്. സോ ദിസ് ക്യാൻ അപ്ലൈഡ് ഇൻ ദ product for the fashion and customs, habit, etc. For example, if a commodity fashion on trend in the preferred by the consumers, if the demand for such commodity will definitely rises. Okay, on the other hand, demand for is fall if the consumers have no taste or preference for the commodity.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൻ്റെ കേസിൽ പറയുന്നുണ്ട് ഒരു ട്രെൻഡിൽ പോവാൻ മോഡേൺ ആയിട്ടുള്ളൊരു ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യും ഡിമാൻഡ് കൂടും. എന്നാൽ ആ പ്രിഫറൻസ് പ്രൊഡക്റ്റിനോട് ആളുകൾക്ക് ഒരു ടേസ്റ്റും പ്രിഫറൻസും കാര്യങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും. അങ്ങനെയാണ് ആ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ എഫക്റ്റ് ചെയ്യുന്നത്. ദെൻ എക്സ്പെക്റ്റേഷൻ ഫോർ ചേഞ്ച് ഇൻ ദ ഫ്യൂച്ചർ ഇൻ ദി കേസ് ഈ ഫാക്ടർ പറയുന്നത് ഇപ്പം ആളുകൾ വിചാരിക്കുകയാണ് നിയർ ഫ്യൂച്ചറിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ വില എന്താവും കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു കിലോ ഐറ്റത്തിന് എന്താണോ സാധനം വാങ്ങുന്നത് അത് ഒരാഴ്ച കഴിഞ്ഞാൽ അതിന് വില കൂടാൻ ചാൻസ് ഉണ്ടെന്ന് കേൾക്കണം. അപ്പോൾ എന്ത് ചെയ്യും ആളുകൾ ഈ ടൈമിൽ ആളുകൾ അതെന്ത് ചെയ്യും കൂടുതൽ സാധനം വാങ്ങി വെക്കും. ഫ്യൂച്ചറിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ ആളുകൾ സാധനം വാങ്ങി വെക്കും. അപ്പോൾ എന്ത് ചെയ്യും ഡിമാൻഡ് കൂടും. ഓക്കെ ക്ലിയർ ആണല്ലോ. എക്സ്പെക്റ്റേഷൻ ഓഫ് ചേഞ്ച് ഇൻ ദ ഫ്യൂച്ചർ പ്രൈസിൽ പറയുന്നത് ക്ലിയർ ആണല്ലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആളുകൾ ഇപ്പം കൂടുതൽ പർച്ചേസ് നടത്തും, അപ്പം ഡിമാൻഡ് കൂടും. ഓക്കെ സോ ഇഫ് ദ പ്രൈസ് ഓഫ് എ സർട്ടൻ കമ്മോഡിറ്റി ഈസ് എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഓക്കെ സോ ദെൻ പീപ്പിൾ വിൽ ബൈ മോർ ദാറ്റ് കമ്മോഡിറ്റി than what they normally buy. Okay, there exists a direct relationship between expectation of changes in the price in future and change in demand in the current period. Okay, for example, if the price of a petrol is expected to rise in the future, its present demand will be increases. ഓക്കെ പക്ഷെ അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ സാധനം വാങ്ങി വെക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പെട്രോളിൻ്റെ വില നമുക്കറിയാം ദിവസവും എന്താണെന്നാണ് റൈസ് ചെയ്യാണ്. ഓക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ അല്ല ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ വില കൂടുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും കൂടുതൽ സാധനങ്ങൾ വാങ്ങും. പക്ഷെ അത് നമുക്ക് നോർമൽ യൂസിനെക്കാട്ടിയും കൂടുതലായിരിക്കും വാങ്ങുക. ഓക്കെ അതൊക്കെ എന്തിൻ്റെ ബേസിലാണ് ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്യാണ് ഫ്യൂച്ചറിൽ ആ കൊമോഡിറ്റിൻ്റെ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ പ്രൊഡക്റ്റിന്. ഓക്കെ ദെൻ ക്ലൈമറ്റ് ചേഞ്ച് അടുത്തതാണ് ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞാൽ ദർ ആർ മെനി പ്രോഡക്റ്റ് ഓഫ് വിച്ച് ഡിമാൻഡ് സീസണൽ ഓർ ഡിമാൻഡ് ഫോർ ഡിപ്പെൻഡ് ഓൺ ദ ക്ലൈമറ്റ്. ഫോർ എക്സാമ്പിൾ ഡിമാൻഡ് ഫോർ വിൻ്റർ ക്ലോത്ത് ഈസ് ഹൈ ഇൻ ദ വിൻ്റർ സീസൺ ആൻഡ് ദ ഐസ്ക്രീം ആർ ഹയർ ഇൻ ദ സമ്മർ സീസൺ. അല്ലേ നമ്മുടെ ഓരോ സിറ്റുവേഷനിലും എന്ത് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് ക്ലൈമറ്റ് ചേഞ്ച് പറയാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ എന്തും കൂടിയും കൂട്ടാം യൂസ്ഫുൾനെസ് അല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ദ യൂസ്ഫുൾ കോസസ് ദാറ്റ് ചേഞ്ച് ഇൻ ദ ഡിമാൻഡ്. ഫോർ എക്സാമ്പിൾ ഡിമാൻഡ് ഫോർ കൗട്ട് റൈസസ് ദ ബിഗിനിങ് അറ്റ് ദ winter and not because people taste change but because the coats are more useful in the winter than in summer. അല്ലേ നമുക്കറിയാം ഓരോ സീസണിനനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റിൽ മാറ്റം വരുന്നുണ്ട് ഡിമാൻഡ്. ഇപ്പോൾ നമുക്കറിയാം റൈനി സീസൺ ആകുമ്പോൾ ജൂൺ ആ സീസണിൽ വരുമ്പം എന്ത് ചെയ്യുന്നുണ്ട് അംബ്രല്ലാസിനൊക്കെ ഡിമാൻഡ് കൂടുന്നുണ്ട്. ഓക്കെ അത് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ആ സീസണൽ ചേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ യൂസ്ഫുള്ളിനനുസരിച്ച് എന്ത് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ വാങ്ങും. അപ്പോൾ ആ ഡ്രസ്സിനുള്ള ഡിമാൻഡ് കൂടും. എന്നാലത് സമ്മർ ആയിരിക്കുമ്പോൾ എന്തുണ്ടാവില്ല ആ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഐസ്ക്രീമിന് കൂടുതൽ ചിലവുണ്ടാവില്ല എപ്പോഴാണ് നല്ല ചൂടുള്ള സമ്മർ കാലത്താണ് അല്ലെങ്കിൽ ചൂട് കാലത്താണ് അല്ലേ നമ്മൾ കൂടുതൽ നല്ല ചൂട് ടൈമിലാണ് നമ്മൾ എന്തെങ്കിലും ഐസ്ക്രീം കൂടുതൽ വാങ്ങുന്നത്. മഴക്കാലം വരുമ്പോൾ നമ്മൾ വാങ്ങുമോ? ഇല്ല. അതൊരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് കാർഡിന് നമ്മൾ എപ്പോഴാണ് ഡിമാൻഡ് കൂടുതലുണ്ടാവുക ആ ഡിസംബർ പീരീഡിൽ നവംബർ ലാസ്റ്റിൽ അല്ലെങ്കിൽ ഡിസംബർ ആ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ ക്രിസ്മസ് കാർഡിനും അതുപോലെ തന്നെ ന്യൂ ഇയർ കാർഡിനൊക്കെ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും അല്ലേ. പക്ഷേ അത് ജനുവരി പകുതി ആകുമ്പോഴത്തേനും എന്തുണ്ടാവും ആ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡ് കുറയും. അതിൻ്റെ യൂസ്ഫുൾനെസ് ആയാലും അതിൻ്റെ ആ സീസണ് ഓക്കെ അതാണ് ആ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ യൂസ്ഫുൾനെസ്സാണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ദെൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അടുത്ത ഇതാണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ആ കേസിൽ പറയുന്നത് ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് എ സൊസൈറ്റി ഈസ് ഓൾസോ എഫക്ട് ദ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. ഓക്കെ ഇഫ് ദർ ഈസ് എ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് ദ കൺട്രി ഡിമാൻഡ് ഫോർ ദ ഗുഡ്സ് ഓഫ് കംഫർട്ട് ആൻഡ് ലക്ഷറീസ് വിൽ ബി ഗ്രേറ്റർ. ഇഫ് ദ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഡിമാൻഡ് ഓഫ് നെസസറി ഗുഡ്സ് ആൻഡ് കംഫർട്ട് വിൽ ബി ഗ്രേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്കറിയാം ഇൻകം ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഇന്ത്യയിൽ എന്താണ് എല്ലാവരും പല പല ഇൻകം ഇല്ല, കുറച്ച് ആളുകൾ റിച്ച് ഉണ്ടാവും, കുറച്ച് ആളുകൾ പുവർ ഉണ്ടാവും. റിച്ച് പീപ്പിൾ എപ്പോഴും എന്ത് ചെയ്യും, കൂടുതൽ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ചെയ്യും. എന്നാൽ പുവർ പീപ്പിളോ ഡിമാൻഡ് കുറയും, കാരണം അവരുടെ അടുത്ത് ഇൻകം ഇല്ല. അതന്നെ മെയിൻ റീസൺ. ഓക്കെ, സോ വെരി റിച്ച് പീപ്പിൾ ആർ സ്റ്റേയിങ് ആൻഡ് ദ ഡിമാൻഡ് ഫോർ ലക്ഷറി ഗുഡ്സ് ഫോർ ഹൈ വേരിയസ് ഇൻ നോൺ ഡെവലപ്ഡ് ഏരിയാസ് വേർ മിഡിൽ ഇൻകം ഗ്രൂപ്പ് പീപ്പിൾ ആർ സ്റ്റേയിങ് ദർ ഈസ് എ ഡിമാൻഡ് ഫോർ ലക്ഷറി ഗുഡ്സ് ഈസ് ലെസ്. അല്ലേ, ലക്ഷറി ഗുഡ്സിൻ്റെ കേസിൽ ആര് മാത്രമേ ഉള്ളൂ, റിച്ച് പീപ്പിൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ ഡിമാൻഡ് കൂട്ടുള്ളൂ. എന്നാൽ മിഡിൽ ഇൻകം ഗ്രൂപ്പുകളും പുവർ പീപ്പിൾ എന്ത് ചെയ്യില്ല, അതിനുള്ള ഡിമാൻഡ് കുറയും. ഓക്കെ, ദെൻ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്. In the case, number of consumers means the market demand for goods influenced by adding up individual demand of a present as well as prospective consumer of a good various possible prices. Okay, so the greater number of consumer good, the greater market demand. Okay, കൺസ്യൂമേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഡിമാൻഡ് കൂടും. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിലേക്ക് കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അതൊരു ഫാക്ടേഴ്സാണ്, നമ്പർ ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻ ദി മാർക്കറ്റ്. ദെൻ advertisement expenditure may be firm to promote the sales of product, an important factor determining the product, especially the product of the firm which give advertisement. The purpose of advertisement is to influence consumer in favor of product. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് കേസിലും ഡിമാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ആ ഐറ്റം ഡിമാൻഡ് ചെയ്യും. ഇപ്പോൾ കുട്ടികളുടെ കേസിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ കളിപ്പാട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ അങ്ങനത്തെ ഒക്കെ ഐറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ, അഡ്വർടൈസ്മെൻറ്റിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുട്ടികളത് ഡിമാൻഡ് ചെയ്യും. ഇപ്പോൾ കിൻഡർ ജോയിൻ്റൊക്കെ പരസ്യം വന്നിട്ട് കുട്ടികൾ കണ്ടിട്ട് കുട്ടികൾക്കൊരു ആകാംക്ഷയാണ് അതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, പാരൻസിനോട് ആ മിഠായി വാങ്ങണമെന്ന് അല്ലെങ്കിൽ ആ ചോക്ലേറ്റ് വാങ്ങണമെന്ന് വാശി പിടിക്കുക, അങ്ങനെ ഡിമാൻഡ് കൂട്ടും. ഓക്കെ, അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് ആണ്. അപ്പോൾ നല്ല അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? ദെൻ പിന്നെ പറയണത് നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റിയാണ്. ഇതിലില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നേച്ചർ ഓഫ് കമ്മോഡിറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മളുടെ ഡിമാൻഡ് എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയണത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ ടേസ്റ്റും പ്രിഫറൻസിൻ്റെ ആ കേസിൽ പറഞ്ഞാൽ അതേ ആ ഒരു പോയിന്റ് തന്നെ. നേച്ചർ ഓഫ് കമ്മോഡിറ്റിൻ്റെ കേസിൽ പറഞ്ഞാൽ ഡിമാൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെദർ ദ കമ്മോഡിറ്റീസ് ഇസ് നെസസറി ഓർ ലക്ഷറി ഓർ പ്രസ്റ്റീജ് ഗുഡ്സ്. ഓക്കെ, ദാറ്റ് മീൻസ് ഡിമാൻഡ് ഫോർ നെസസറി ഗുഡ്സ് റിമൈൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഡിമാൻഡ് ഫോർ കംഫർട്ട് ആൻഡ് ലക്ഷറി ദാറ്റ് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ദെയർ പ്രൈസസ്. ഓക്കെ, കമ്മോഡിറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നോർമൽ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യും, ഡിമാൻഡ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, കാരണം ആ നോർമൽ ഗുഡ്സ് ഇല്ലാതെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, അതിലൊരു കോൺസ്റ്റൻസ് ഉണ്ടാവും. എന്നാൽ പ്രൈസും ആ ഡിമാൻഡും തമ്മിൽ. എന്നാൽ ലക്ഷറി ഗുഡ്സും പ്രസ്റ്റീജിയസ് ഗുഡ്സും ആണെന്നുണ്ടെങ്കിൽ ഇൻകത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡിലും വ്യത്യാസം വരും. ഓക്കെ, അതാണ് നേച്ചർ ഓഫ് കമ്മോഡിറ്റിൻ്റെ കേസിൽ പറയുന്നത്. ക്ലിയർ ആണോ? പിന്നെ ഉള്ളത് അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു അഡ്വർടൈസ്മെൻറ്റ് എന്തായിരുന്നു, അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് വാങ്ങും. അതുപോലെ തന്നെ ഒരു ഫാക്ടറാണ് ചേഞ്ച് ഇൻ ദ പോപ്പുലേഷൻ്റെ എണ്ണത്തിൽ. അത് നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം, നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്. ആളുകളുടെ എണ്ണം, പോപ്പുലേഷൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ ചേഞ്ച് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ദാറ്റ് മേ കോസ് ടു ചേഞ്ച് ഇൻ ദ ഡിമാൻഡ് ഫോർ വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, പല ഗുഡ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലോത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷൻ്റെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ക്ലോത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്. ഇൻ ഷോർട്ടാക്കി നമുക്ക് പറയാനായിട്ട് ഇൻക്രീസിങ് ദ പോപ്പുലേഷൻ ദാറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസിങ് ഡിമാൻഡ്. ഓക്കെ, ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, ദെൻ അടുത്തൊരു ഫാക്ടറായിട്ട് പറഞ്ഞിട്ടുള്ളത് മണി സർക്കുലേഷനാണ്. ചേഞ്ചസ് ഇൻ ദ മണി സർക്കുലേഷൻ. ഓക്കെ, ഇതിൽ ആ ഫാക്ടറില്ല, ശ്രദ്ധിച്ച് കേൾക്കുക. ചേഞ്ചസ് ഇൻ ദി മണി സർക്കുലേഷൻ. അതിൽ പറയുന്നത് ആളുകളുടെ അടുത്ത് ഫണ്ട് കൂടുതലായിട്ട് വരുമ്പം ആളുകളുടെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്യും. അതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ ഇൻക്രീസ് സംഭവിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് മണി സർക്കുലേഷൻ. ദെൻ അടുത്തൊരു ഫാക്ടറാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ദാറ്റ് മീൻസ് ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവറീസ് that bring new things in the market. Okay, as a result, people will not demand older things. For instance, radio replaced by gramophone or television replaced by radios.
Okay, then computer replaced by the television and the typewriters etc. ടെക്നോളജിയിൽ മാർക്കറ്റിലുള്ള ടെക്നോളജീസ് മാറ്റം വരുമ്പം ആളുകളുടെ ബൈയിങ് ബിഹേവിയർ മാറ്റം വരും. അതോടൊപ്പം തന്നെ എന്ത് മാറും, ആളുകളുടെ ഡിമാൻഡിലും വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ആദ്യ കാലങ്ങളിൽ ഏതാണ് ഉണ്ടായിരുന്നത്, ഗ്രാമഫോൺ ആയിരുന്നു അല്ലേ. എന്നാൽ റേഡിയോ വന്നപ്പം ഗ്രാമഫോണ് തട്ടി, ഗ്രാമഫോണിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു, റേഡിയോക്ക് പോയി. പിന്നീട് ടെലിവിഷൻ ഇറങ്ങിയപ്പോൾ ഏതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു, റേഡിയോൻ്റെ ഡിമാൻഡ് കുറഞ്ഞു, റേഡിയോ ഉപയോഗിക്കുന്ന ആളുകളുടെ ഡിമാൻഡ് കുറഞ്ഞു. ടെക്നോളജിയിൽ മാറ്റം വന്നപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, ടെലിവിഷൻസ് ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, ദെൻ കമ്പ്യൂട്ടർ റീപ്ലേസ്ഡ് ബൈ ടെലിവിഷൻ ആൻഡ് ടൈപ്പ് റൈറ്റേഴ്സ് അല്ലേ. ടൈപ്പ് റൈറ്റിംഗ് മെഷീൻസിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. ഏത് വന്നപ്പോൾ, നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് വന്നപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അതുപോലെ തന്നെ ആളുകൾ എന്ത് ചെയ്തു, ടെലിവിഷൻ്റെ ഉപയോഗം കുറച്ചിട്ട് അതിൻ്റെ ഡിമാൻഡ് കുറച്ചിട്ട് ഏതുമൊക്കെ പോകുന്നത്, നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഏതിനെ ബാധിക്കുന്നുണ്ട്, നമ്മളുടെ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ അടുത്തൊരു ഫാക്ടേഴ്സാണ് ബിസിനസ് സൈക്കിൾ. ഓക്കെ, ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബൂം, റെസഷൻ, അങ്ങനത്തെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ബിസിനസ് സൈക്കിൾ ഉണ്ടല്ലോ. ബൂം, റെസഷൻ, റിക്കവറി, അങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? +1 +2 ആ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ബൂം പീരിയഡ് ആണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ കമ്മോഡിറ്റീസ് ഇൻക്രീസസ്. ഇൻ ദ പീരിയഡ് ഓഫ് സ്ലം ഓർ ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി ഡിക്രീസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് സൈക്കിളിൻ്റെ ബൂം പീരിയഡിൽ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡ്, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എന്തായിരിക്കും, മാക്സിമം ഇൻക്രീസ് ചെയ്തിരിക്കും. ഓക്കെ, ആ പ്രൊഡക്റ്റിന്, കസ്റ്റമേഴ്സിന് മാക്സിമം ആ പ്രൊഡക്റ്റിനോടുള്ള ഡിമാൻഡ് കൂടും. ക്ലിയർ ആകുന്നുണ്ടോ? ബിസിനസ് സൈക്കിൾ. എന്നാൽ അത് റിസഷൻ പീരീഡ് ആണെന്നുണ്ടെങ്കിൽ, താഴ്ന്നാൽ ആ ലെവലിലാണ് ബിസിനസ് സൈക്കിളിൻ്റെ ഫ്ലോ പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറഞ്ഞിട്ടാണല്ലോ ആ ബിസിനസ് സൈക്കിൾ എന്ത് ചെയ്യുന്നത്, നഷ്ടത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ ആ താഴെ ലെവലിൽ റിസഷൻ പീരീഡിൽ ഉണ്ടാകുന്നത്. അപ്പം ബിസിനസ് സൈക്കിളും നമ്മുടെ കമ്മോഡിറ്റിൻ്റെ ഡിമാൻഡിനെ ബാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഒരു ഫാക്ടറാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. That means sometimes people get motivated to buy a product not because it has become cheaper or their income have increased, but because of their neighbor or relatives bought it. It is known as demonstration effect or contact effect. Demonstration effect മറ്റൊരു പേരാണ് കോണ്ടാക്ട് എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, ആ പ്രൊഡക്റ്റിനോടുള്ള ഡിമാൻഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമല്ലാതെ വരുന്നുണ്ടാവില്ല. നമ്മളുടെ ഇൻകൊക്കെ ഉണ്ടാവും, നമുക്ക് ഇൻകൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ആ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, നമുക്ക് അല്ലാതെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ആവശ്യം വരികയാണ്, നമ്മളുടെ ഒരു അയൽവാസി വാങ്ങി, അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചിലപ്പം ലേഡീസിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ബോയ്സ് ആണെന്നുണ്ടെങ്കിലും, അപ്പോൾ അവൻ്റെ അടുത്ത് ആ ഷർട്ടുണ്ട്, ഡ്രസ്സ് ഇറങ്ങിയിരിക്കണം, അവൻ ആ മോഡൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ചുരിദാർ നല്ല ഭംഗിയുണ്ട്, അവളെ അടുത്തുണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവിൻ്റെ അടുത്തുണ്ട്, അപ്പോൾ എനിക്കും വേണം, എന്ത് വേണം, അതുപോലത്തെ ഒന്ന് വേണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്, ആ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡ് കൂടും. നമുക്ക് അങ്ങനെ ആവശ്യമില്ല, പക്ഷേ മറ്റുള്ളവരുടെ അടുത്ത് കാണുമ്പോൾ അതുപോലെ ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കും ഒരു നീഡ് വരികയാണ്. അതാണ് ഏത് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പം വീട്ടമ്മമാരുടെ കേസിൽ, ഹൗസ് വൈഫിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ആ വീട്ടിൽ നല്ലൊരു വാഷിംഗ് മെഷീൻ വാങ്ങി, വാഷിംഗ് മെഷീൻ ഇല്ലാത്ത കേസാണെന്ന് ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും പൊതുവെ, എന്നാൽ ഇല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ മറ്റേ സാധനം വാങ്ങിയിട്ടുണ്ട്, നമുക്കൊന്ന് വാങ്ങണം. അതുപോലെ അവരെ എക്കോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതുപോലത്തെ ഐറ്റം വാങ്ങുക. അപ്പോൾ ആ പ്രൊഡക്റ്റിനോടുള്ള ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ ആ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും നമ്മുടെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. എന്താ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്? ക്ലിയർ ആണല്ലോ? മറ്റുള്ളവരുടെ അടുത്തുണ്ടോ അതുപോലെ നമുക്കും വേണം എന്നുള്ളത് ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റിൽ പറയുന്നത്, ഇഫ് ദ പ്രൊഡക്റ്റ് ഗെറ്റ് ദ ചീപ്പ് ക്രെഡിറ്റ് ദ കൺസ്യൂമർ വിൽ ട്രൈ ടു സ്പെൻഡ് മോർ ഓൺ കൺസ്യൂമർ ഡ്യൂറബിൾ. ഓക്കെ, സോ ആസ് എ റിസൾട്ട് ദ ഡിമാൻഡ് ഫോർ സച്ച് ഡ്യൂറബിൾ ഗുഡ്സ് ആർ ഇൻക്രീസസ്. ദാറ്റ് മീൻസ് ഇപ്പം ചില പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാൻ ക്യാഷ് കൈമലില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇൻകം അതിനനുസരിച്ച് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് പൊതുവെ കേസിൽ സംഭവിക്കാറ്. അപ്പോൾ ഇപ്പം ചില ഷോപ്പുകളും ചില ബിസിനസ് ഫേംസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റിന് സാധനം കൊടുക്കുക, കൺസ്യൂമേഴ്സിന് ക്രെഡിറ്റിന് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആളുകൾ ക്യാഷ് ഇല്ലെങ്കിലും വാങ്ങും, പക്ഷെ അതെന്തായിരിക്കും, കടത്തിനായിരിക്കും. അങ്ങനെ കൂടുതൽ ക്രെഡിറ്റ് സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനോടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടും.
ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സർവീസസും അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് എന്ന ഫാക്ടറും നമ്മളുടെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. താങ്ക് യു.